അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്താ എല്ലാവരും സുഖമല്ലേ? പരീക്ഷ കേട്ടോ, ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഉഷാറായിട്ട് മുന്നേറണം. നമ്മളെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഉഷാറാകണം. നമ്മളെ 3-ാം ക്ലാസ്സിൽ നിന്ന് ഇവിടെ വലിയ ഉഷാറായ ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ അറിവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നമ്മളെ പ്രതീക്ഷകൾ ഒരിക്കലും നിങ്ങൾ എന്താക്കരുത്, മങ്ങലേൽപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ മാളി മുത്തലക്കാണ് ഗ്രാമറിൽ ഇന്നലെ പഠിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് പഠിക്കാനുള്ളത് മാളി ഖരീബാണ് അല്ലേ. മാളി ഖരീബ് ഇതാ നോക്കുക, 4-ാമത്തെ സബക്കിൽ മൊത്തം മാളിയുടെ കിസ്മകളാണ് പറയുന്നത്. 5-ാമത്തെ സബക്ക് മുതലാണ് പിന്നെ അതിന് ശേഷം വേറെ വേറെ സബക്കുകളായിട്ടാണ് ഓരോന്നിൻ്റെയും വിശദീകരണം വരുന്നത്. അപ്പോൾ 4-ാമത്തെ സബക്ക് തന്നെ 2-ാമത്തെ നോക്കുക, മാളി ഖരീബ് വോ ആയാ ഹേ. ഓ മാളി ഖരീബ്, മാളി മുത്തലക്ക പറഞ്ഞ ഓ ആയ, അവൻ വന്നു. അവൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറുദുവിൽ പറയും ഓ ആയാ ഹേ, അല്ലെങ്കിൽ അവരൊരു സമൂഹം വന്നിട്ടുണ്ട്. മുൻലോക് ആയേ ഹൈം, അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ അതിൻ്റെ ഇത് മാറി, എന്താണ് അതിൻ്റെ സിയാൻ്റെ പേര് മാറി, മാളി ഖരീബ് എന്നാണ് പറയട്ടോ, ഓ ആയാ ഹേ. അപ്പോൾ അതെന്താണ് ഇതിൻ്റെ അവസാനം ഒരു ഹാ എന്ന് ചേർത്ത് കൊടുക്കുക, ഹേ എന്നുള്ളത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹൈം എന്നുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് മാളി ഖരീബിൻ്റെ നിർമ്മിതി. മനസ്സിലായില്ലേ? അതിലെന്തുണ്ട്, രണ്ട് കോലുണ്ട്. ഒന്ന് മാളി മഅറൂഫ്, മാളി മജ്ഹൂൽ. അതല്ലാത്ത ഉറുദുവിലുണ്ടാവും. നമ്മളിപ്പോൾ നിങ്ങൾ സർഫ് കുറേ പഠിച്ചതാവും, സർഫാക്കണ കുറേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ മാളി ഖരീബിലാണെങ്കിൽ മഅറൂഫ് മജ്ഹൂൽ ഉണ്ടായിട്ടോ. അപ്പോൾ അവന് വന്നിട്ടുണ്ട് എന്നാണ് മഅറൂഫ് ഉള്ളത്. അപ്പോൾ എൻ്റെ മജ്ഹൂൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ പേന എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്, എനിക്ക് പേന നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആരാ നൽകിയത്? അത് ഇതില്ല, മജ്ഹൂലാണ്. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അതിൻ്റെ സർഫൊന്ന് നോക്കുക. സർഫ് നോക്കുന്നതിൻ്റെ മുമ്പേ നമുക്ക് അതിൻ്റെ ഖായിദ നോക്കുക, എങ്ങനെയാണ് ഈ ഖായിദ നോക്കുക, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് നോക്കട്ടോ. ശ്രദ്ധിക്കുക, ഖായിദയിൽ ശ്രദ്ധിക്കുക എങ്ങനെ ഉണ്ടാക്കിയത്. മാളി ഖരീബ് മാളി മുത്തലക്ക് സീഗോം പെർ, അഥവാ മാളി മുത്തലക്ക് നമ്മളെങ്ങനെ ഉണ്ടാക്കിയത്, മാളി മുത്തലക്ക് എങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇന്നലെ ഞാൻ ഒരു വീഡിയോ വേറെ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ, ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മാളി മുത്തലക്ക് എങ്ങനെ ഉണ്ടാക്കിയത്, അഥവാ മാളി മുത്തലക്ക് ഇതാ അവിടെ പറയുന്നുണ്ട്. അലാമത്തി മസ്ദർ ഞാൻ എന്ന മസ്ദറിൻ്റെ അലാമത്തിനെ ഒഴിവാക്കിയതിന് ശേഷം ഹറൂഫെ സഹീഹാണെന്നുണ്ടെങ്കിൽ എന്താവുക, അലിഫ് കൊണ്ടാണ് മാളി മുത്തലക്ക് ഉണ്ടാവുക. അഥവാ ഇല്ലത്തിൻ്റെ ഹർഫാണെന്നുണ്ടെങ്കിൽ യാ കൊണ്ടാണ് മാളി മുത്തലക്ക് ഉണ്ടാവുക. അപ്പോൾ ഇനി മാളി ഖരീബ ഉണ്ടാക്കുക വെച്ചാൽ മാളി മുത്തലക്ക് ഉണ്ടാക്കിയതിന് ശേഷം, അഥവാ മാളി മുത്തലക്ക് സീഗോം പെർ ഹേ എന്നുള്ളതിനെ സിയാദ കർണേസ് മാളി ഖരീബ് ബൻതാ ഹേ. അഥവാ മാളി മുത്തലക്കിൽ ഹേ എന്നതിനെ കൂടുതലാക്കുന്നത് കൊണ്ട് അത് മുഫ്രദാവും കേട്ടോ. ഇനി ജംആവുമ്പോൾ ഹൈം എന്നാവും. ഇൻഷാ നമ്മൾ സീഗയിൽ നിങ്ങൾ കണ്ടെത്തിയിട്ടോ. അങ്ങനെയാണ് മാളി ഖരീബ് ഉണ്ടാക്കുന്നത്. ഇനി അതിൻ്റെ എന്തുകൾ നോക്കുക, ഇനി അതിൻ്റെ സർഫാക്കുന്ന രൂപം നോക്കുക. ഇതാ മാളി ഖരീബിൽ മഅറൂഫിൻ്റെ സർഫാക്കുന്ന രൂപം എങ്ങനെയാണ്? ഇതാ ജിൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞു, സീഗ മുദക്കറാണോ മുഅന്നസാണെന്നുണ്ടെങ്കിൽ ജിൻസ്, പിന്നെ ഗായിബ്, ഹാദിർ, മുത്തക്കല്ലിം, ഇങ്ങനെ 3 രൂപമാണ് ഒരു ഇതിൽ വരട്ടെ. 3 രൂപങ്ങളിൽ 2 എണ്ണം. എന്താണ് 3 രൂപങ്ങളിൽ ഒന്ന് 3 ഗായിബിൻ്റെ രൂപം, ഹാദിറിൻ്റെ രൂപം, മുത്തക്കല്ലിമിൻ്റെ രൂപത്തിൽ 2 കോലങ്ങൾ വരും. ഇങ്ങനെയാണ് മുഅന്നസിൻ്റെയും മുദക്കറിൻ്റെയും. അതിൽ തന്നെ എന്തുണ്ടാവും, ജംഉ ഉണ്ടാവും, വാഹിദും ഉണ്ടാവും കേട്ടോ. വളരെ സിമ്പിളാണ്, നമ്മളൊക്കെ ഉഷാറായി പഠിച്ചു പോകുന്നതല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്കായിട്ട് തിരഞ്ഞെടുണ്ടാവുമോ? ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കട്ടോ. അതാ എന്താ വാഹിദ്, ഇതാ ശ്രദ്ധിക്കുക, വാഹിദ് മുദക്കർ ഗായിബിൻ്റെ സീഗ ഓ ആയാ ഹേ, അവനൊരാൾ വന്നിട്ടുണ്ട്. ഇനി അവളൊരു സ്ത്രീ വന്നിട്ടുണ്ട് അങ്ങനെ പറയാം, ഓ ആയി ഹേ, അവളൊരു സ്ത്രീ വന്നിട്ടുണ്ട്. ഇനി അവരൊരു പുരുഷ സമൂഹം വന്നിട്ടുണ്ട് എന്നങ്ങനെ പറയാം. ജമ്മാക്കിനെ എങ്ങനെ പറയാം, ഗായിബിൽ മുദക്കറാക്കിയിട്ട് ഓ ആയി ഹൈം. നമ്മൾ പറഞ്ഞില്ലേ ജമ്മാക്കുമ്പോൾ ഹൈം എന്നാവുന്നു. പിന്നെ ഓ ആയി ഹൈം, അവരൊരു സ്ത്രീ സമൂഹം വന്നിട്ടുണ്ട് മന്നസാവും കേട്ടോ. ഇനി ഹാദിറിൽ തു ആയാ ഹേ, നീ വന്നിട്ടുണ്ട്. തു ആയി ഹേ, നീ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. ഇനി ജമാക്കുമ്പോൾ ഹാദിറിൽ തുമ്മായേ ഹോ, നിങ്ങളൊരു പുരുഷ സമൂഹം വന്നിട്ടുണ്ട്.
തും ആയി ഹെ നിങ്ങൾ സ്ത്രീ സമൂഹം വന്നിട്ടുണ്ട്. പിന്നെ മേ ആയാ ഹൂം, മേ ആയാ ഹൂം, മേ ആയാ ഹേ ഞാൻ വന്നി, മേ ആയാ ഹൂം എന്നാട്ടോ പറയാം. മേ ആയാ ഹൂം മുത്തക്കലിം മേ ആയാ ഹൂം, മേ ആയി ഹൂം ഞാനൊരു സ്ത്രീ വന്നിട്ടുണ്ട്. നീ മുത്തക്കലിം ജമ്മാകുമ്പോൾ ഹം ആയി ഹൈം ഞങ്ങൾ ഒരു പുരുഷ സമൂഹം വന്നിട്ടുണ്ട്. ഹം ആയി ഹൈം ഞങ്ങളൊരു സ്ത്രീ സമൂഹം വന്നിട്ടുണ്ട്. ഇത് പുരുഷ സമൂഹം സ്ത്രീ സമൂഹം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇടങ്ങേറ് തോന്നരുത്. നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. ഇനി ഇതാ മജ്ഹൂൽ, ഇനിയിപ്പോൾ മഅറൂഫ് കഴിഞ്ഞു, ഇനി മജ്ഹൂൽ കേട്ടോ. മാദി ഖരീബ് മജ്ഹൂൽ എങ്ങനെയാണ്? അതിൽ വാഹിദ് മുദക്കർ ഗായിബിൻ്റെ സീഗ ശ്രദ്ധിക്കുക. വോ കഹാ ഗയാ, വോ കഹാ ഗയാ ഹേ അതങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. പറയപ്പെട്ടിട്ടുണ്ട്. കഹിന എന്ന് പറഞ്ഞാൽ എന്താ? പറയുക എന്നാട്ടോ. ബോലിന എന്നുള്ള അർത്ഥത്തിലാണ് കഹിന ഉണ്ടാവുക. ഓ കഹാ ഗയാ ഹേ. അപ്പോൾ ഇത് എന്താ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ മുദക്കറാണ്, ഗായിബാണ്, വാഹിദിൻ്റെ സീഗാണ് കേട്ടോ. ഇനി ഓ കഹി ഗയി ഹേ അതാ അവൾ സ്ത്രീ പറയപ്പെട്ടിട്ടുണ്ട്. അതൊരു എന്താണ്? ഇതിൻ്റെ സീഗകൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കട്ടോ. സീഗ യുക്തിക്കനുസരിച്ച് മനസ്സിലാക്കുക. കാരണം ഇവിടെ ഇപ്പോൾ കഹി ഗയി അവളൊരു സ്ത്രീ പറയപ്പെട്ടിട്ടുണ്ട്, അവളൊരു സ്ത്രീ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കട്ടോ. കാരണം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഉറുദുവിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മളെ ബോധിച്ചാൽ, നല്ല രീതിയിൽ നമ്മളെ വൊക്കാബുലറി അല്ല, നമ്മളെ കൊളോക്കിയൽ ലാംഗ്വേജ് ഉഷാറാണെന്നുണ്ടെങ്കിൽ, സംസാര ഭാഷ ഉഷാറാണെന്നുണ്ടെങ്കിൽ സീഗ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ പുറമെ നമ്മളെ എഴുത്ത് ഭാഷയും ഉഷാറാണെന്നുണ്ടെങ്കിൽ സീഗ വളരെ അത്യാവശ്യമാണ്. കാരണം കുറേ പദസമ്പത്ത് കൊണ്ട് നമുക്ക് ഒരാളെയും നമുക്ക് മാനേജ് ചെയ്യാനോ ഒരാളെ ഫേസ് ചെയ്യാൻ നമുക്ക് ആവില്ല കേട്ടോ. അതിനാണ് നമ്മളിത് നല്ല ഉഷാറായി പഠിക്കണം അറിയാം കേട്ടോ. ഇനി മജ്ഹൂലിൽ ഗായിബിൽ ജമ്മിൻ്റെ മുദക്കറിൻ്റെ സീഗ ശ്രദ്ധിക്കുക. ഓ കഹേ ഗയേ ഹേ അവരൊരു പുരുഷ സമൂഹം പറയപ്പെട്ടു. ഇനി അവരൊരു സ്ത്രീ, അതിൻ്റെ മുന്നസ് വെക്കുക, അവരൊരു സ്ത്രീ സമൂഹം പറയും. ഓ കൈ ഗയി ഹൈം അവരൊരു സ്ത്രീ സമൂഹം പറയപ്പെട്ടു. അതേമാതിരി തന്നെ ഹാദർ തൂ കഹാ ഗയാ ഹേ നീ പറയപ്പെട്ടു. അതേമാതിരി സ്ത്രീയാണെങ്കിൽ നീ ഒരു സ്ത്രീ പറയപ്പെട്ടു. ജമ്മാനെ തും കഹേ ഗയേ ഹോ നിങ്ങളൊരു പുരുഷ സമൂഹം പറയപ്പെട്ടു. തും കഹി ഗയി ഹോ നിങ്ങൾ സ്ത്രീ സമൂഹം പറയപ്പെട്ടു. പിന്നെ വാഹിദ്, പിന്നെ മുത്തക്കലിമ ചെയ്യാന്നുണ്ടെങ്കിൽ മേ കഹാ ഗയാ ഹൂം ഞാൻ എന്നെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, എന്നെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ ആക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറയപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ട്, അതെല്ലാം പറയപ്പെട്ടിട്ടുണ്ട്, ട്ടുണ്ട് എന്നുള്ള അർത്ഥം തന്നെ വരണം കേട്ടോ. പറയപ്പെട്ടു എന്നില്ല അപ്പം ആദ്യം മുത്തലക്കാവും, സോറി എൻ്റെ അടുത്ത് തന്നെ വേവാണ്. പിന്നെ വാഹിദ് മുത്തക്കല്ലിമിൽ മേ കഹി ഗയി ഹൂം മുഅന്നസാണ്, ഞാൻ ഒരു സ്ത്രീ പറയപ്പെട്ടിട്ടുണ്ട്. ജമ്മിൽ ഹം കഹേ ഗേ ഹൈം രണ്ടും ഹം ഗേ ഹൈം ഞങ്ങളൊരു പുരുഷ സമൂഹം പറയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളൊരു സ്ത്രീ സമൂഹം പറയപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അർത്ഥം വളരെ ഉഷാറായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിൻ്റെ എക്സസൈസാണ്. എക്സസൈസ് വളരെ ശ്രദ്ധിക്കുക. മിഷ്ക് മുഷ്കു എന്താണ് നിങ്ങൾ പറഞ്ഞാൽ എക്സസൈസ് എന്നാണ് അതിനർത്ഥം കേട്ടോ. ദ മുന്ദർജ് ദിൽ ജുംലോ മേ സെ മാസി മുത്തലഖ് ഔർ മാദി ഖരീബ് കോ അലഗ് അലഗ് കീജിയെ. അപ്പോൾ ഇനി താഴെ വരുന്നതിൽ മാദി മുത്തലഖിനെയും മാദി ഖരീബിനെയും വേറെ വേറെ തിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലെന്താ ശ്രദ്ധിക്കേണ്ടത്? മാദി മുത്തലഖും മാദി ഖരീബിലും വ്യത്യാസം എന്താണ്? മാദി ഖരീബിൽ എന്താണ്? മാദി മുത്തലഖിൻ്റെ സീഗയിൽ ഹേ എന്നുള്ളതിനെ ചേർക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഹൈം എന്നുള്ളതിനെ ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൂം അല്ലെങ്കിൽ ഹോ എന്നുള്ളത് ചേർക്കുമ്പോഴാണ് ഈ മാദി ഖരീബ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മാദി മുത്തലഖാണ് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ 10 എണ്ണം ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത് വരണം ഈ എക്സസൈസ്. പിന്നെ രണ്ടാമത്തെ എക്സസൈസ് നോക്കാം. മുന്ദർജ ദിൽ ജുംലൊക്കെ അഫ്ആൽ കോ ഖൗസേ മേ ദിയേ ഗേ സീഗോം പേ ബദലേ. ഖൗസ് എന്ന് പറഞ്ഞാൽ എന്താ? ആരോ എന്നല്ല. ഖൗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പിനാണ് ഖൗസ് എന്ന് പറയുക. അമ്പിനാണ് അമ്പും ബില്ലില്ലേ, അമ്പിനാണ് ഖൗസ് എന്ന് പറയുക. അപ്പോൾ 2 ബ്രാക്കറ്റ് എന്താണ്? ബ്രാക്കറ്റ് അമ്പിൻ്റെ കുളത്തിലല്ലടോ, അതിനോട് കേട്ടോ ബ്രാക്കറ്റിന് ഖൗസ്. 2 ഖൗസ് 2 ബ്രാക്കറ്റുകൾക്കിടയിൽ നൽകപ്പെട്ട അതിലനുസരിച്ച് അതിലെന്താണ് 2 ബ്രാക്കറ്റുകൾക്കിടയിൽ എന്താ കൊടുത്തിട്ട് അതിനനുസരിച്ചാണ്ട് ഇവിടെയുള്ള സീഗകളെ മാറ്റുക. ഓ മേരെ ബാത്ത് സുൻകർ ബഹുത്ത് റോയി. ഓ അവൾ. കാരണം റോയി എന്ന് പറയുമ്പോൾ എന്താണ്? റോയ എന്ന് പറയുമ്പോൾ ആണ്, റോയി എന്ന് പറയുമ്പോൾ
റോന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാട്ടോ, കരയുക എന്നുള്ളതിനാണ് റോന എന്ന് പറയാട്ടോ. അപ്പോൾ അവളെൻ്റെ ഓ മേരി ബാത്ത് സുൻകർ, അവളെൻ്റെ സംസാരം കേട്ട് ബഹുത്ത് റോയി, നല്ലവണ്ണം കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ജമ്മു മുദക്കർ അവർ ജമ്മു മുഅന്നസ് ഗായിബിലാക്കുക കേട്ടോ. ജമ്മു മുദക്കർ അല്ലെങ്കിൽ ജമ്മു മുഅന്നസിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ എന്താണ്? റോയി എന്നുള്ള എന്താണ്? മാദി മുത്തലക്കിൻ്റെ സീഗാട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാദി മുത്തലക്കിൻ്റെ സീഗാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെന്താക്കണം? ഇതിൽ ഇപ്പം അങ്ങനെ തന്നെയാണ്. ഇതിൽ മാദി കരീബ് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, മാദി മുത്തലക്കിൻ്റെ സീഗ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാദി കരീബല്ല കേട്ടോ. അപ്പോൾ അവളൊരു സ്ത്രീ, മേരി എൻ്റെ ബാത്ത് എൻ്റെ സംസാരം, സുൻകർ കേട്ടിട്ട്, ബഹുത്ത് റോയി വളരെ നേരം കരഞ്ഞു എന്നാട്ടോ. അപ്പോൾ ഇതിന് ജമ്മു മുദക്കർ ആക്കണം, അല്ലെങ്കിൽ പിന്നെ ജമ്മു മുഅന്നസ് ഗായിബും ആക്കണം. ജമ്മു മുദക്കർ ഔർ മുഅന്നസ് ഗായിബ്, ജമ്മു മുദക്കർ ഗായിബ്, അതേമാതിരി ജമ്മു മുഅന്നസ് ഗായിബ്. അത് മാദി മുത്തലക്കായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ല, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിന് ഉദാഹരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യട്ടോ. തൂ ചലനേക്ക് വജഹ്സെ ബഹുത് തക് ഗയാ ഹേ, തൂ ചലനേക്ക് വജഹ്സെ ബഹുത് തക് ഗയാ ഹേ. തക് ജാന എന്ന് പറഞ്ഞാൽ എന്താ? തക് ജാന പറഞ്ഞാൽ ക്ഷീണിക്കുക എന്നാട്ടോ. അപ്പോൾ നീ ചലനേക്ക് വജഹ്സെ, നീ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നടന്നത് കൊണ്ട്, കുറേ നേരം നടന്നത് കൊണ്ട്, തൂ ചലനേക്ക് വജഹ്സെ, നീ തൂ എന്ന് പറഞ്ഞാൽ നീ, ചലനേക്ക് വജഹ്സെ, ചലന എന്ന് പറഞ്ഞാൽ എന്താ? നടക്കുക. വജഹ് എന്ന് പറഞ്ഞാൽ കാരണം, നീ നടക്കുന്നത് കാരണം കൊണ്ട്, ബഹുത്ത് നല്ലവണ്ണം, തക് ഗയാ ഹേ നീ നല്ലവണ്ണം ക്ഷീണിച്ചിട്ടുണ്ട്. അതെന്താണ്? ജംഅ മുദക്കർ ഗായിബ് അവർ ഹാദിർ. അതെന്താണ്? ജമ്മു മുദക്കർ ഗായിബ് അല്ലെങ്കിൽ ഹാദിർ അതാക്കണം കേട്ടോ. പിന്നെ മേ താജ്മഹൽ ദേഖിനെ ഗയാ ഹൂം, മേ താജ്മഹൽ ദേഖിനെ ഗയാ ഹൂം, ഞാൻ താജ്മഹൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ താജ്മഹൽ ദേഖിനെ ഗയാ ഹൂം, ഞാൻ താജ്മഹൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. ഗയാഹും. അപ്പോൾ ഈ രണ്ടാമത്തെ മൂന്നാമത്തെ മാദി കരീബാണ് കേട്ടോ. ഒന്നാമത്തെ മാദി മുത്തലക്കാണ്, ശ്രദ്ധിക്കുക. ഓ മേരി ബാത്ത് സുൻകർ ബഹുത്ത് റോയി, അവളെൻ്റെ സംസാരം കേട്ട് വളരെ കുറേ നേരം കാര്യങ്ങൾ മാദി മുത്തലക്കാണത് കേട്ടോ. രണ്ടാമത്തെ ഓ ഗയാ ഹേ നീ ക്ഷീണിച്ചിട്ടുണ്ട് എന്നാണ്. അതെന്താണ്? മാദി കരീബാണ്. അതേമാതിരി മേ താജ്മഹൽ ദേഖിനെ ഗയാ ഹൂം, ഞാൻ താജ്മഹൽ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടും മൂന്നും എന്താണ്? മാദി കരീബിൻ്റെ സീഗകളാണ്. അപ്പോൾ മാദി കരീബിൽ ജമ്മു മുദക്കർ ഗായിബ് ജമ്മു അപ്പോൾ രണ്ടാമത്തേന് മാദി കരീബിൽ ജമ്മു മുദക്കർ ഗായിബും ഹാദിറും ആക്കണം. അതേമാതിരി മൂന്നാമത്തേത് താജ്മഹൽ ഞാൻ കാണാൻ പോയിട്ടുള്ളത് വാഹിദ് മുത്തക്കല്ലി മുദക്കർ. അപ്പോൾ വാഹിദ് മുത്തക്കല്ലി മുദക്കറാണ്. ഇനി മുഅന്നസും ആക്കണം കേട്ടോ. മനസ്സിലായില്ലേ? ഇനി മൂന്നാമത്തെ എക്സസൈസ് നോക്കുക. ഖാലി ജഗ മാദി ഖരീബ് അഫ്ആൽ സെ പെർ കീജിയെ. അഥവാ ഖാലി ജഗ പറഞ്ഞാൽ എന്താ? ഒഴിവുള്ള സ്ഥലത്ത്, ഖാലി ആയിട്ടുള്ള ജഗ പറഞ്ഞ സ്ഥലത്ത് മാദി ഖരീബ് അഫ്ആൽ സെ, മാദി ഖരീബിൻ്റെ ഫിഅലുകളെ കൊണ്ട് അഫ്ആൽ സെ പുർ കീജിയെ. പുർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂരിപ്പിക്കാതെ കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ മാദി ഖരീബിൻ്റെ ഫിഅലുകളെ കൊണ്ട് നിങ്ങൾ പൂരിപ്പിക്കുക. താഴെ വരുന്നത് ഒന്നാമത്തെ എന്താണ്? ഹിന്ദുസ്ഥാനിക്ക് മുസൽമാൻ സിയാസത്ത് മേ. അപ്പോൾ എന്താക്കുക? അതിൽ നിങ്ങളെന്താക്കുക? ഹിന്ദുസ്ഥാനിക്ക് മുസൽമാൻ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, സിയാസത്ത് മേ. സിയാസത്ത് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയത്തിൽ സിയാസത്ത് മേ ഡാഷ്. അതെന്താണ് അതിൻ്റെ ഇത് എന്നുള്ളത് നിങ്ങൾ കൊടുക്കട്ടോ. ഇന്ത്യൻ മുസ്ലിങ്ങൾ പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ എന്താണ് വളരെ ഉഷാറാണെന്നോ അല്ലെങ്കിൽ വളരെ ബാക്കിലാണെന്നുള്ളതിൻ്റെ ഉറുദു എന്താണെന്ന് കണ്ടെത്തുക, നെറ്റിൽ നോക്കി കണ്ടെത്തുക. അല്ലെങ്കിൽ വളരെ മുൻപന്തിയിലാണെന്നുള്ളത് നെറ്റിൽ നോക്കി കണ്ടെത്തുക. അല്ലെങ്കിൽ വളരെ കമ്മിയാണെന്നുള്ളത് കണ്ടെത്തുക. എന്താ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യട്ടോ. പക്ഷെ അവിടെ എന്തായിരിക്കണം? ഒരു മാദി ഖരീബ് ആക്റ്റായിട്ട് വരണം എന്നർത്ഥം കേട്ടോ. ഇനി രണ്ടാമത്തെ
जर्मनी में हिटलर की हुकूमत അതാ രണ്ടാമത്തെ ജർമ്മനിയിൽ ഹിറ്റ്ലർ കി ഹുക്കൂമത്ത് ഹിറ്റ്ലറുടെ ഹുക്കൂമത്ത് പറഞ്ഞത് ഹിറ്റ്ലറുടെ ഭരണം എന്താ ഉണ്ടായിരുന്നു. ചൽത്താഹെ എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും ഹിറ്റ്ലറിൻ്റെ ഹുക്കൂമത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ കേട്ടോ ചൽത്താഹെ, അല്ലാന്നുണ്ടെങ്കിൽ അവസാനിച്ചിട്ടുണ്ട്. എന്താ ഖത്തം ഹുവാഹെ നിങ്ങൾ എന്തുവാണെങ്കിലും ചേർക്കുക. ഒരു ഉദാഹരണം കേട്ടോ. ഇനി വാക്കിലൊന്നും ഞാൻ പറഞ്ഞു തരില്ല. വാക്കിന് മലയാളമാണെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള അർത്ഥമാണ് ഞാൻ പറഞ്ഞുതരും കേട്ടോ. മൂന്നാമത്തെ എന്താണെന്ന് ശ്രദ്ധിക്കുക. കാമിയാബ് ലോഗ് ബഹുത് മുഷ്കിലാത്ത്. കാമിയാബ് ലോഗ് വിജയിച്ച ജനങ്ങൾ. കാമിയാബ് ലോഗ് എന്ന് പറഞ്ഞാൽ വിജയം. കാമിയാബ് ലോഗ് അഥവാ വിജയത്തിൻ്റെ ജനങ്ങൾ, വിജയിച്ച ജനങ്ങൾ ബഹുത് മുഷ്കിലാത്ത് ധാരാളം ബുദ്ധിമുട്ടുകളെ സഹിച്ചിട്ടുണ്ട് എന്നതിന് അല്ലെങ്കിൽ അവർ സഹിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഉറുദു കണ്ടെത്തുക. പിന്നെ ഇസ്കന്ദർ റൂം താരീഖ് മേ അപ്നാ ഇസ്കന്ദർ എന്ന് പറഞ്ഞാൽ എന്താ? അലക്സാണ്ടർ. ഇസ്കന്ദർ റൂമി താരീഖ് മേ റോമിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധിക്കുക. ഇസ്കന്ദർ അലക്സാണ്ടർ റൂമി താരീഖ് മേ റോമിൻ്റെ ചരിത്രത്തിൽ അപ്നാ നാം തൻ്റെ പേര് ഡേഷ് എന്താ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊത്തി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എഴുതുക. പിന്നെ അഞ്ചാമത്തെ ശ്രദ്ധിക്കുക. തുർക്കി ദൂസരെ ഇസ്ലാം മമാലിക് ലിയെ നമൂന. തുർക്കി അപ്പോൾ നമൂന ഇതിൻ്റെ അർത്ഥം ഞാൻ പറയില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇന്നലെ ചെയ്യാനുള്ളൊരു സാധനത്തിൽ നിങ്ങളത് ഇതിൻ്റെ അർത്ഥം കണ്ടെത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ തുർക്കി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തുർക്കി രാജ്യം ദൂസരെ ഇസ്ലാമി മമാലിക് ലിയെ ദൂസരി പറഞ്ഞാൽ എന്താ? മറ്റു ഇസ്ലാമികമായ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നമൂന എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഒരു മാതൃക. തുർക്കി മറ്റു ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കൊരു മാതൃക ഡേഷ് എന്താണ്? മാതൃക ആയിട്ടുണ്ട്, അല്ലെങ്കിൽ മാതൃക ആയി സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഫിഅലും വരണം. അതേ ഫിഅൽ എന്താണ്? ഖരീബാണ് കേട്ടോ. ഇനി അവസാനത്തത് ജുംല ബനായിയെ. ജുംല ഉണ്ടാക്കുക. ജുംല ബനായി പറഞ്ഞാൽ ജുംല ഉണ്ടാക്കുക. 5 ജുംലെ ലിഖിയെ ജിൻമെ മാദി ഖരീബ് കാ മജ്ഹൂൽ മുസ്തഅമൽ ഹോ. 5 ജുംല ഉണ്ടാക്കുക. 5 ജുംല ലിഖിയെ 5 ജുംല ഉണ്ടാക്കുക. ജിൻമെ മാദി ഖരീബ് കാ മജ്ഹൂൽ മുസ്തഅമൽ ഹോ. അതിലെന്താണ്? മാദി ഖരീബിൻ്റെ മജ്ഹൂലായിരിക്കണം അതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനത്തെ 5 ജുംല ഉണ്ടാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേന് ഇത് ചെയ്ത് വരിക. പിന്നെ ഇതിലെന്താക്കരുത്, നിങ്ങൾ ഗഫലത്ത് കാണിക്കരുത്. നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നല്ല പരീക്ഷയിൽ വിജയം നൽകട്ടെ കേട്ടോ.